പ്രിയ. പ്രിയയുടെ അരങ്ങേറ്റം കഴിഞ്ഞ് ഒരാഴ്ച തികയാണ് ഇന്ന്. അതിൻ്റെ ട്രീറ്റായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസും. കാരണം പ്രിയ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായി മാറി. എനിക്കൊരു കുഞ്ഞനുജത്തിയാണിപ്പോൾ. അവളുടെ ബിഗ് ഡേ ആയിരുന്നു അന്ന്. ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ ഹെർ ലൈഫ് ഇൻ ഓൾ സെൻസ്. ലൈക്ക് ഹാപ്പിയസ്റ്റ് ഡേ, ഇമോഷണൽ ഡേ. ഗുരുവും സ്റ്റുഡൻറ്റും ഒന്നിച്ച് അഭിമാനിച്ച ആ നിമിഷം. ഗുരുവിൻ്റെ ഗുരുവായ പത്മശ്രീ ചിത്ര വിശ്വേശ്വരൻ ചീഫ് ഗസ്റ്റായി വന്ന് കണ്ട് അഭിനന്ദിച്ച ആ നിമിഷങ്ങൾ. കുടുംബക്കാരും സുഹൃത്തുക്കളും ഒന്നടങ്കം ആനന്ദിച്ചും അഭിമാനിച്ചും പ്രശംസിച്ചും സമ്മാനങ്ങൾ നൽകിയും അഭിനന്ദിച്ച ആ സായാഹ്നം. അവളുടെ അരങ്ങേറ്റത്തിൻ്റെ തുടക്കം ഇങ്ങനെ. വർഷങ്ങൾക്ക് മുമ്പ് നളിനം നൃത്യാലയയിൽ ഭരതനാട്യം പഠിക്കുവാൻ വേണ്ടി രാജലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്ത് ദക്ഷിണ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അരങ്ങേറ്റം എന്ന സ്വപ്നം വിദൂരതയിലായിരുന്നു. എന്നാൽ ടീച്ചറും സ്റ്റുഡൻറ്റും ഒന്നിച്ച് പ്രയത്നിച്ച് കൂടെ പേരൻസും സിബ്ലിങ്സും എല്ലാവരും ഒന്നടങ്കം അവളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. അതായത് അരങ്ങേറ്റം വരെ എത്തിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അരങ്ങേറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 10ാം ക്ലാസ്സിൽ എല്ലാത്തിലും A+ നേടിയിരിക്കുമ്പോഴും പരീക്ഷയുടെ ഇടയിൽ പ്രാക്ടീസിന് വരുമായിരുന്നു പ്രിയ. അത്രയ്ക്കും കഠിനാധ്വാനിയായിരുന്നു. അരങ്ങേറ്റം പ്രധാന ഘട്ടങ്ങൾ ഇങ്ങനെ. അതായത് 2 മണിക്കൂർ ആടിത്തിമിർത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. അലരിപ്പ്, അതായത് പണക്കം. ജതിസ്വരം, അടവുകളും താളവും. വർണ്ണം, ഭാവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തില്ലാന, വേഗതയേറിയ ചുവടുകൾ. ഇനി വോക്കലും ഓർക്കസ്ട്രയൊന്നും ഇല്ലാതെ എന്ത് അല്ലേ? ഇവിടുത്തെ ഓർക്കസ്ട്ര പ്രതിഭകളായിട്ടുള്ള ഹൈ പ്രൊഫൈൽ ടീമായിരുന്നു. ഫ്ലൂട്ടിസ്റ്റ് ആയാലും മൃദംഗം, പിന്നെ വോക്കൽ, എല്ലാവരും A ഗ്രേഡ് ആർട്ടിസ്റ്റുകളായിരുന്നു. റിഹേഴ്സൽ പോലും അരങ്ങേറ്റത്തിൻ്റെ 10 ദിവസം മുമ്പ് ഡെയിലി പ്രാക്ടീസും ലൈവ് ഓർക്കസ്ട്ര റിഹേഴ്സൽ മിനിമം 4-5 പ്രാവശ്യമെങ്കിലും നടത്തിയിട്ടുണ്ടാവും. ഓരോ റിഹേഴ്സൽ കഴിയുമ്പോഴും ആചാര്യ ശ്രീ രാജലക്ഷ്മി മാഡം കറക്ഷൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അരങ്ങേറ്റം നടന്നത് മൈലാപ്പൂർ വെച്ചായിരുന്നു. പല ദിവസങ്ങളിലായി നടന്ന റിഹേഴ്സൽസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം കൂടെയായിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി അരങ്ങേറ്റത്തിന് മുമ്പുള്ള ചടങ്ങുകളാണ് ഈ കാണുന്നത്. ഒരു പൂജ ഉണ്ടായിരുന്നു, ഇൻവിറ്റേഷൻ പൂജ. ചിലങ്കയും ഇൻവിറ്റേഷനും എല്ലാം പൂജിച്ച് ഒരു തട്ടിൽ ഇൻവിറ്റേഷനും പഴവും പഴുത്ത അടക്കയും വെറ്റിലയും പിന്നെ ഈ സാരിയും തട്ടിലാക്കിയിട്ടാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. ആ സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫൈനലി ആ ദിവസം വന്നെത്തി. പ്രിയ ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ കളറിലാണ് കേട്ടോ സാരി കളർ കോംബോ വരുന്നത്. പ്രിയ ഒരുങ്ങി സ്റ്റേജിൻ്റെ പിന്നിൽ നിന്നും എടുത്ത ഒരു വീഡിയോ ആണിത്. കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞു സ്റ്റുഡൻസും പിന്നെ അന്നത്തെ പ്രോഗ്രാം അവതരിപ്പിച്ച ആങ്കറുമായിരുന്നു. ഇനി പ്രിയയുടെ ചുവടുകളിലേക്ക്. നാട്ടുപാങ്കം ജതി പാടുന്നതാണ് അവളുടെ ഗുരു ശ്രീ രാജലക്ഷ്മി മാഡം. ആടി തകർത്ത് കഴിഞ്ഞപ്പോൾ ഗുരു വന്ന് പ്രിയയെ ആലിംഗനം ചെയ്തു. ഗുരുവിൻ്റെ സന്തോഷവും പ്രിയയുടെ സന്തോഷവും എല്ലാവരും കണ്ണിൽ ഈറനണിഞ്ഞു. ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും, കണ്ടു നിന്ന ഞങ്ങൾക്കും ഒക്കെ വളരെ സന്തോഷവും. ചിത്ര മാമിൻ്റെ നല്ലൊരു സ്പീച്ചും ഉണ്ടായിരുന്നു. പ്രിയയുടെ പെർഫോമൻസിനെ കുറിച്ച് നന്നായി സംസാരിച്ചു. എന്തായാലും ഞാനും വളരെയധികം ഇമോഷണലോടുകൂടി ഓട്ടിപ്പോയി പ്രിയനെ ആലിംഗനം ചെയ്തു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആശംസിക്കുന്നു വലിയൊരു നർത്തകിയാകട്ടെ, അവളുടെ എല്ലാ സ്വപ്നങ്ങളും ദൈവം നടത്തി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് അശ്വിനി, ഓൾറെഡി അരങ്ങേറ്റം കഴിഞ്ഞ ആളാണ് കേട്ടോ, മലേഷ്യയിൽ. കണ്ടോ, ഞങ്ങൾക്കൊക്കെ ഒരേ കളർ കോംബോ ആണ് സാരി. ഒരേപോലുള്ള സാരിയാണ് എനിക്കും അശ്വിനിക്കും. ഞങ്ങളെല്ലാവരും ഒരു ടീമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.